ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ ടെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. 12 ടെൻസസ് ആണ് നമ്മൾക്കുള്ളത്. അതിലെ ആദ്യത്തെ 3 ടെൻസസ് ഈ വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ചെറുപ്പം മുതലേ നമ്മളിത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ഇതൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ റൂട്ടീൻസ്, റെഗുലർലി ചെയ്യുന്ന ആക്ഷൻസ് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതേപോലെ തന്നെ ഒരു ജനറൽ ട്രൂത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു ജനറൽ ട്രൂത്ത് ആണ് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ പറയാനൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം പറഞ്ഞത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ കണ്ടോ, സൺ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ റൈസസ് എന്ന് പറയുന്നത് V5 ആണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ട്രൂത്ത് ആണ്. ഇത് എന്നും നടക്കുന്ന സംഭവം തന്നെയാണ്, പക്ഷെ നമ്മൾ ജനറൽ ട്രൂത്തിലാണ് ഇപ്പൊ ഇതിനെ പെടുത്തേക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈ ഒരു കാര്യം പറയുമ്പോൾ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്, എന്നും ചെയ്യുന്ന കാര്യമാണ്. ഇത് പറയാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഐ എന്നുള്ള ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഇവിടെ നമ്മൾ V1 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഐ യു വിയുടെ കൂടെ V1 ഉം ഹി ഷീറ്റിന്റെ കൂടെ V5 ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ V5 ഉം പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ V1 ഉം ഉപയോഗിക്കാം. ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യം, അതിനില്ല. കംപ്ലീറ്റഡ് ആക്ഷൻസ്, ആ ഒരു 2 വാക്കുകൾ ഓർത്തിരുന്നു. കംപ്ലീറ്റഡ് ആക്ഷൻസ്, ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഇപ്പൊ നോക്കിയേ, ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. ഞാൻ ലാസ്റ്റ് ഇയർ പാരീസിൽ പോയിരുന്നു. ലാസ്റ്റ് ഇയറിൽ സംഭവിച്ചൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. ഇവിടെ വിസിറ്റ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ED ആഡ് ചെയ്തു. ഇത് V2 ആണ്. ഇത് വിസിറ്റ് എന്ന് പറയുന്നത് ഒരു റെഗുലർ വേർബ് ആണ്, അതായത് ED ആഡ് ചെയ്തു. അറ്റത്ത് നമുക്ക് ED ആഡ് ചെയ്ത് പറയാം. അങ്ങനെ കുറെ വേർബ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ജസ്റ്റ് നോക്കാം, വിസിറ്റ് എന്നുള്ള വാക്കിന്റെ കൂടെ ED ആഡ് ചെയ്തപ്പോൾ വിസിറ്റഡ് ആയി. ഇതൊരു റെഗുലർ വേർബ് ആണ്. ഇനി ഞാനൊരു ഇറഗുലർ വേർബ് വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ പറയാം. ഐ എയ്റ്റ് ബിരിയാണി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു. ഇവിടെ റെഗുലർ വേർബ് അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഇറഗുലർ വേർബ് ആണ്. അതായത് ആ വാക്ക് അങ്ങനെ തന്നെ മാറി. ഈറ്റ് എന്നുള്ള ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ V1 ഈറ്റ്, V2 എയ്റ്റ്, V3 ഈറ്റൻ, V4 ഈറ്റിംഗ്, V5 ഈറ്റ്സ്. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലർ വേർബ് ആണ്. അതാണ് ഇവിടെ എയ്റ്റ് എന്നുള്ളത്. അത് ആ വാക്ക് അങ്ങനെ തന്നെ മാറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ എയ്റ്റ് ബിരിയാണി യെസ്റ്റർഡേ. കംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ നാളെ വരാം. ഓക്കെ, ഇവിടെ നോക്കിയേ, നാളെ വരാം എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിലെ കാര്യം പറയാനായിട്ട് വിൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ഐ വിൽ കം ടുമോറോ. അതായത് ഐ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ വിൽ പ്ലസ് ബേസ് ഫോം, അതായത് V1. ഐ വിൽ കം ടുമോറോ. I will come tomorrow. ടുമോറോയുടെ സ്പെല്ലിംഗ് എല്ലാവരും തെറ്റിക്കാറുണ്ട്. TOMORROW, 2 R വന്നെ. ഓക്കെ, സോ ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ V ഫോംസിന്റെ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ V ഫോംസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ബാക്കിയുള്ള ടെൻസസിന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.